നമസ്കാരം. ഗുരുവായൂർ ഡിവോട്ടീസ് ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം. സർവം കൃഷ്ണമയം. കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ഇന്നലെ മെയ് മാസം 31-ാം തീയതി ശനിയാഴ്ചയായിരുന്നു. ഇന്നലെ ഞാൻ ഉച്ചപൂജ തൊഴാനായിട്ട് ആണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. ഞാൻ ചെല്ലുന്ന സമയത്ത് അധികം തിരക്കൊന്നും ഞങ്ങൾ നിൽക്കുന്ന ഭാഗത്തുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് കൊടിമരത്തിൻ്റെ അടുത്തേക്ക് എത്തി. അതുപോലെ തന്നെ ആ ബലിക്കല്ല് ചുറ്റിയിട്ട് അകത്തേക്ക് പ്രവേശിക്കാനായിട്ട് സാധിച്ചു. അപ്പോൾ ഇന്നലെ അകത്തേക്ക് കയറിയ പാടെ എൻ്റെ മുന്നിലുണ്ടായിരുന്നവരെല്ലാം സ്ത്രീകളായിരുന്നു കേട്ടോ. അപ്പോൾ ഏകദേശം എൻ്റെ അത്ര ഉയരമുള്ളവരായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് അലങ്കാരം കാണാനായിട്ട് സാധിച്ചു ദൂരെ നിന്ന് തന്നെ. പക്ഷേ എന്താണെന്ന് എനിക്ക് വ്യക്തമായിരുന്നില്ല കേട്ടോ. കാരണം സാധാരണ ഉണ്ണിക്കണ്ണൻ്റെ അലങ്കാരം എന്ന് പറഞ്ഞാൽ മിക്കവാറും ഇങ്ങനെ നിന്നിട്ടുള്ള ഒരു അലങ്കാരമായിരിക്കും. പക്ഷെ ഇന്നലെ നിൽക്കുകയായിരുന്നില്ല, ഇരിക്കുകയായിരുന്നു ഉണ്ടായിരുന്നത്. മുഖം കാണാനുണ്ടായിരുന്നു, പക്ഷെ എന്താണ് അവിടെ കൃത്യമായിട്ട് അലങ്കരിച്ചിരിക്കുന്നതെന്ന് കാണാനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പം ഞാനിങ്ങനെ എന്താണെന്ന് ഇങ്ങനെ മുന്നിലേക്ക് ഇങ്ങനെ പതുക്കെ ഇങ്ങനെ പോകുമ്പോൾ എന്താണെന്ന് ഇങ്ങനെ നോക്കിയിട്ട് പോകുമ്പോൾ ആ മണ്ഡപത്തിന് തൊട്ടടുത്ത് എത്തിയപ്പോഴാണ് മനസ്സിലായത് നമ്മുടെ ഉണ്ണിക്കണ്ണൻ ഇന്നലെ ഇരുന്നു കൊണ്ട് വെണ്ണ ഉണ്ണായിരുന്നു. അത്ര ഭംഗിയിലാണ് ചാർത്തി വെച്ചിട്ടുണ്ടായിരുന്നത്. യശോദാമ്മ ഒരു വെണ്ണക്കുടത്തിൽ ഇങ്ങനെ മുൻപിൽ വെണ്ണ കൊടുന്ന് വെച്ചിട്ടുണ്ട്. വെണ്ണയൊക്കെ ഇങ്ങനെ നിറഞ്ഞിരിക്കുന്ന നമുക്ക് കാണാനായിട്ട് സാധിക്കും കേട്ടോ. അതിൽ നിന്ന് എടുത്തിട്ട് ഇങ്ങനെ മുട്ടുകുത്തി നിന്ന് ഒരു കൈ ഇങ്ങനെ താഴെ കുത്തിയിട്ടുണ്ട്. വലത്തെ കൈ കൊണ്ട് ഇങ്ങനെ വെണ്ണ ഉണ്ണായിരുന്നു ഉണ്ണി ഇന്നലെ ശ്രീലകത്തുണ്ടായിരുന്നത്. അത് തൊട്ട് മണ്ഡപത്തിൻ്റെ തൊട്ട് മുന്നിൽ എത്തിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. പിന്നെ ഇന്നലെ സോപാനം തൊഴിലായതുകൊണ്ട് ഇങ്ങനെ വന്ന് സോപാനപ്പടിയുടെ മുന്നിൽ വെച്ചിട്ട് നന്നായി കാണാനായിട്ട് സാധിച്ചു കേട്ടോ. എന്ത് ഭംഗിയായിട്ടാണ് ചാർത്തിയിരിക്കുന്നതെന്ന് അറിയോ? ഈ നെറുകയിൽ ഇങ്ങനെ 3 പീലികൾ ചാർത്തിയിട്ടുണ്ട്. അതും ചന്ദനം കൊണ്ടാണ് ചാർത്തിയിരിക്കുന്നത്. നല്ല രസത്തിൽ ഏകദേശം ഒരു 6-7 മാസമൊക്കെ ആയിട്ടുള്ള ഒരു ഉണ്ണിയാണ് കേട്ടോ. നമ്മുടെ മാധവിൻ്റെ പ്രായമാണ്. മാധവന് ഇപ്പോൾ 7-ാം മാസമാണ്. അതേ പ്രായത്തിലുള്ള ഒരു കുഞ്ഞുണ്ണി, ഒരു പൊന്നുണ്ണി എന്നൊക്കെ പറയാം. നമുക്കിങ്ങനെ എടുത്ത് കൊഞ്ചിക്കാനൊക്കെ തോന്നില്ലേ? ഇങ്ങനെ എടുത്ത് ഒക്കത്ത് ഇങ്ങനെ വെച്ച് ആ വെണ്ണക്കുടത്തിൽ നിന്ന് നമുക്ക് എടുത്ത് കൊടുക്കാൻ ഇങ്ങനെ തോന്നും. അത്രയും നല്ല വാത്സല്യമുള്ള ഒരു കുഞ്ഞുണ്ണിയായിട്ടാണ് ഇന്നലെ ശ്രീലകത്തിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഒരു പട്ടുകോണകം ചുറ്റിയിട്ടുണ്ട്. ആകെ ഒരു ചേലയായിട്ട് അത് മാത്രമേ ആ കുഞ്ഞു ദേഹത്തുള്ളൂ. അപ്പോൾ നല്ല ഭംഗിയിൽ ഇങ്ങനെ കാണാനുണ്ട് കേട്ടോ. കാൽത്തളകളൊക്കെ അണിഞ്ഞിട്ടുണ്ട്. കയ്യിൽ വളകളും തോൾവളകളൊക്കെ അണിഞ്ഞിട്ടുണ്ട്. 2 മാലകൾ ചാർത്തിയിട്ടുണ്ട്. ഒരെണ്ണം ആ വളയം പോലത്തെ മാലയാണ്. പിന്നെ വേറൊരു മാല കൂടെ ചാർത്തിയിട്ടുണ്ട്. നെറ്റിയിൽ ഗോപി തിലകൻ ചാർത്തിയിട്ടുണ്ട്. പല്ലില്ലാത്ത ആ മോണ കാട്ടിയിട്ട് ഇങ്ങനെ ചിരിക്കുന്നുണ്ട് കേട്ടോ വെണ്ണ കഴിക്കുന്നതിന് ഇടയിലായിട്ട്. അപ്പോൾ നല്ല ഭംഗിയായിട്ടാണ് നമ്മുടെ പൊന്നുണ്ണി ഇന്നലെ ശ്രീലകത്തിരിക്കുന്നത്. അതുപോലെ 2 തിരുമുടിമാലകളാണ് ഇന്നലെ ഭഗവാൻ ഉണ്ടായിരുന്നത്. ഒരെണ്ണം താമരപ്പൂവിൻ്റെ ഇതളുകൾ കൊണ്ട് ഇങ്ങനെ ഒരു വെളുത്ത നിറമായിട്ടാണ് നമുക്ക് തോന്നുക കോർത്തിട്ടുള്ള ഒരു തിരുമുടിമാലയായിരുന്നു. വേറൊരെണ്ണം തെച്ചിയും തുളസിയും ഇങ്ങനെ ഇടകലർന്ന് കോർത്തിട്ടുള്ള വേറൊരു തിരുമുടിമാലയായിരുന്നു. അതുപോലെ തന്നെ 2 ഉണ്ടമാലകൾ ഉണ്ടായിരുന്നു. രണ്ടും ഒരേപോലത്തെ ആയിരുന്നു കേട്ടോ. തെച്ചിയും തുളസിയും ഇങ്ങനെ ഇടകലർന്ന് കോർത്തിട്ടുള്ളതാണ്. തെച്ചിയാണ് അധികം കോർത്തിരിക്കുന്നത്. അങ്ങനെയുള്ള 2 തിരുമുടിമാല. രണ്ടിൻ്റെയും അവസാനത്തെ ആ പാദം നിൽക്കുന്ന ആ ഭാഗത്തേക്ക് എത്തുമ്പോൾ കുറച്ച് താമര ഇതളും കൂടെ കോർത്തിട്ടുള്ള 2 മാലകളായിരുന്നു ഉണ്ടായിരുന്നത്. ഒരേപോലെയുള്ള 2 മാലകൾ. അങ്ങനെ യശോദാമ്മ കൊണ്ടുവച്ച് വെണ്ണക്കുടം ഇങ്ങനെ കൊണ്ടുവച്ച് കൊടുത്തിട്ട് അതിൽ നിന്ന് വെണ്ണയുണ്ണുന്ന ഒരു സുന്ദരനായിട്ടുള്ള പൊന്നു ഒരു കുഞ്ഞു നമ്മളിങ്ങനെ കൊഞ്ചിക്കുന്ന ഒരു ഉണ്ണിയായിട്ടാണ് ഇന്നലെ നമ്മുടെ ഉണ്ണിക്കണ്ണൻ ശ്രീലകത്തുണ്ടായിരുന്നത്. അപ്പോൾ ആ ഉണ്ണിക്കണ്ണനെ നമ്മളിങ്ങനെ എടുത്തു എന്ന് വിചാരിച്ച് നല്ല കുറേ ഉമ്മകളൊക്കെ ഇങ്ങനെ കൊടുത്തു എന്ന് വിചാരിച്ച് നന്നായി പ്രാർത്ഥിച്ചിട്ട് ആ രൂപം ഒന്ന് മനസ്സിൽ കണ്ടോളൂ കേട്ടോ. അങ്ങനെ ഇന്നലെ ആ സോപാനപ്പടിക്ക് മുന്നിൽ നിന്ന് തൊഴുന്ന സമയത്ത് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം, നമ്മുടെ യശോദാമ്മയ്ക്ക് ഇന്നലെ കുറച്ച് പണിത്തിരക്കുകൾ ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മുടെ പൊന്നുണ്ണിക്കണ്ണനെ അവിടെ ആ കണ്ണാടി പോലെ തിളങ്ങുന്ന ആ നിലത്ത് കൊണ്ടുവന്ന് കിടത്തി ഒരു വെണ്ണക്കുടം കൂടെ തൊട്ടടുത്ത് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് യശോദാമ്മ അടുക്കളയിലേക്ക് പണികളൊക്കെ ചെയ്യാനായിട്ട് ഇങ്ങനെ പോയി. ഇടയ്ക്കൊക്കെ എത്തി നോക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ ഉണ്ണി എന്താ ചെയ്യുന്നതെന്ന്. അങ്ങനെ ഓരോ തവണ ഇങ്ങനെ നോക്കുമ്പോഴും ഉണ്ണി ഇങ്ങനെ മുട്ടുകുത്തി വന്ന് ആ വെണ്ണക്കുടത്തിൽ നിന്ന് കുറച്ച് വെണ്ണയെടുത്ത് ഇങ്ങനെ വായിൽ വെക്കുന്നു. ചെറിയ ഉണ്ണിയല്ലേ, പല്ലൊന്നും ഇല്ലല്ലോ, കഴിച്ചിങ്ങനെ ഇറക്കാനാണെങ്കിൽ അറിയണമില്ല. അത്രയും ചെറിയ കുട്ടിയല്ലേ, ഒരു 6 മാസമൊക്കെ അല്ലേ ആയിട്ടുള്ളൂ. അങ്ങനെ യശോദാമ്മ എത്തിച്ച് നോക്കുന്ന സമയത്ത് ഇതേ എൻ്റെ അമ്മ നോക്കുന്നു എന്ന് പറഞ്ഞിട്ട് യശോദാമ്മയോട് നന്നായി ചിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ ഓരോ തവണ ചിരിക്കുമ്പോഴും ആ വായിൽ പിടിച്ചു വെച്ചിരിക്കുന്ന വെണ്ണ ഇങ്ങനെ താഴേക്ക് ഒഴുകി വരുന്നുണ്ട്. യശോദാമ്മ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നോക്കുന്നുണ്ട്, ഉണ്ണി നോക്കി ചിരിക്കുന്നു, ഇങ്ങനെ വെണ്ണ ഒഴുകി ഇങ്ങനെ വരുന്നു. അപ്പോൾ ഓരോ തവണ നമ്മുടെ ഭക്തര്, ഞാനും അതുപോലെ എനിക്ക് പുറകിലായി വരുന്ന
വരുന്ന ഓരോ ഭക്തരും ഇങ്ങനെ കണ്ണന് മുന്നിൽ നിന്ന് തൊഴുന്ന സമയത്ത് നമ്മുടെ പൊന്നുണ്ണി വിചാരിക്കുക ഇത് യശോദാമ്മയാണെന്ന്. അപ്പോൾ ആ സമയത്ത് എന്താ ചെയ്യുന്നേ, ആ വല്ലില്ലാത്ത മോണ കാട്ടി ചിരിക്കണു, വായിലെടുത്ത് വെച്ചിരിക്കുന്ന വെണ്ണ ഇങ്ങനെ താഴേക്ക് ഒഴുകി പോകുന്നു. ഓരോ ഭക്തർ വരുമ്പോഴും ഉണ്ണി വിചാരിക്കുകയാണ് ഇത് എൻ്റെ യശോദാമ്മയാണെന്ന്. അതുകൊണ്ട് തന്നെ ഇന്നലെ തൊഴാനായിട്ടുള്ള എത്തിയിട്ടുള്ള എല്ലാവർക്കും കണ്ണൻ്റെ യശോദാമ്മയാകാനുള്ള ഒരു അനുഗ്രഹം കൂടെ ഇന്നലെ ഉണ്ണിക്കണ്ണൻ നൽകിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പൊന്നു ഉണ്ണിക്കണ്ണനെ തൊഴുത് നമസ്കരിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഇന്നലെ ഗണപതിയെ തൊഴാനായിട്ട് എത്തിയത്. അങ്ങനെ ഗണപതി ഭഗവാൻ ഇന്നലെ ഒരു പച്ച നിറത്തിലുള്ള പട്ടുടയാടയാണ് അണിഞ്ഞിട്ടുണ്ടായിരുന്നത്. നല്ല സ്വർണ്ണ കസവുകളോട് കൂടിയിട്ടുള്ള ഒരു ഉടയാടയായിരുന്നു. നല്ല ഭംഗിയുള്ള ഒരു മാല ചാർത്തിയിട്ടുണ്ട്. ശിരസിലെ വലിയൊരു കിരീടമാണ് ചാർത്തിയിരിക്കുന്നത്. നിറയെ മുത്തുകളും കല്ലുകളും ഒക്കെ പതിപ്പിച്ചിട്ടുള്ള ഒരു കിരീടമാണ്. ഇടതു കൈയിലായിട്ട് ഒരു നാളികേരം, ചിരട്ടയില്ലാത്ത മുഴുവനായിട്ടുള്ള ഒരു നാളികേരം ഇങ്ങനെ പിടിച്ചിട്ടുണ്ട്. ഈ മുകളിലുള്ള ഒരു കയ്യിൽ താമരപ്പൂവ് ഇങ്ങനെ വിടർത്തി നിർത്തിയിട്ടുണ്ട്. അങ്ങനെ നല്ല ഭംഗിയുള്ള ഒരു അലങ്കാരമായിരുന്നു ഇന്നലെ ഗണപതി ഭഗവാൻ ഉണ്ടായിരുന്നത്. അവിടെ തൊഴുത് തിരിഞ്ഞ് സരസ്വതി ദേവിയെ തൊഴുതു. അങ്ങനെ തൊട്ടടുത്തുള്ള കുഞ്ഞികൃഷ്ണൻ എവിടെയാണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു ഭക്തൻ. അത് ഗണപതിയെ തൊഴുത് കഴിഞ്ഞ് ഇങ്ങനെ നമ്മളിങ്ങനെ രണ്ടടി വെച്ച് കഴിഞ്ഞാൽ ആദ്യം കാണുന്ന തൂണിലുള്ള ഒരു ചെറിയ ശില്പമാണ്. നമ്മുടെ ഈ കൈപ്പത്തിയുടെ അത്രയ്ക്ക് വലിപ്പമേ ഉള്ളൂ കേട്ടോ. അതാണ് കുഞ്ഞികൃഷ്ണൻ എന്ന് പറയുന്നത്. അവിടെ തൊഴുത് അങ്ങനെ പ്രദക്ഷിണം വെച്ചുകൊണ്ട് ദശാവതാര തൂണുകളെല്ലാം ഒന്ന് തൊട്ട് തൊഴുത് ശ്രീകോവിലിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തായിട്ട് വന്നു. അവിടെയൊന്ന് നമ്മുടെ പൊന്നുണ്ണിക്കണ്ണനെ തൊഴുത് നമസ്കരിച്ച് നേരെ തിരിഞ്ഞുകൊണ്ട് വൈകുണ്ഠ നാരായണനെ തൊഴുത് അവിടെ ഇന്നലെ നാരായണൻ്റെ ആ പാദം മടിയിൽ വെച്ചിരിക്കുന്ന ഭൂമി ദേവിക്ക് ഒരു പ്രത്യേക മാല ഉണ്ടായിരുന്നു കേട്ടോ. മുൻപത്തെ ദിവസവും ആ മാല തന്നെ ഉണ്ടായിരുന്നു. ഒരു മഞ്ഞ കളറിലുള്ള റോസാപ്പൂക്കളും അതുപോലെ തന്നെ ചുവന്ന റോസാപ്പൂക്കളും ഇങ്ങനെ നല്ല ചന്തത്തിൽ ഇങ്ങനെ തിക്കായിട്ട് കോർത്തിട്ടുള്ള ഒരു മാലയായിരുന്നു ഭൂമി ദേവിക്ക് അണിഞ്ഞിട്ടുണ്ടായിരുന്നത്. അവിടെ തൊഴുത് അങ്ങനെ 9ാമത്തെ തൂണിലുള്ള നമ്മുടെ ശ്രീകൃഷ്ണ ഭഗവാനെ തൊഴുതതിന് ശേഷമാണ് സുബ്രഹ്മണ്യ സ്വാമിയെ തൊഴുത്, ഹനുമാൻ സ്വാമിയെ തൊഴുത്, രാധാകൃഷ്ണന്മാരെ തൊഴുത്, കാളിയമർദ്ദനത്തിൻ്റെ ആ തൂണിലും ഒന്ന് തൊട്ട് തൊഴുതിട്ടാണ് വടക്ക് ഭാഗത്തുള്ള നമ്മുടെ താമരക്കണ്ണനെ തൊഴാനായിട്ട് എത്തിയത്. അവിടെയും തൊഴുത് നമസ്കരിച്ച് പിന്നെയും പടിഞ്ഞാറ് ഭാഗത്ത് വന്ന് നരസിംഹമൂർത്തിയെയും തൊഴുത് നമസ്കരിച്ചു. അങ്ങനെ തൊഴുന്ന വിശേഷങ്ങൾ പറയുന്ന സമയത്ത് ഇതുപോലെ നാലമ്പലത്തിനകത്ത് ഞാൻ നരസിംഹമൂർത്തിയെ കണ്ട് തൊഴുത് നമസ്കരിക്കാറുണ്ടെന്ന് എന്നും പറയാറുണ്ടല്ലോ. അപ്പോൾ അത് കേട്ടുകൊണ്ട് ഒരു ഭക്തൻ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്, നാലമ്പലത്തിനകത്ത് എവിടെയാണ് നരസിംഹമൂർത്തി ഉള്ളതെന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഒരെണ്ണം ഉള്ളത് ഒരു കരിങ്കൽ ശില്പമാണ്. ദശാവതാര തൂണുകൾ തുടങ്ങിയിട്ട് 4ാമത്തെ തൂണിൽ, അതായത് ഗണപതിക്ക് നേരെ പുറകിലായി മേൽശാന്തി ഇരിക്കുന്നതിൻ്റെ വലതുഭാഗത്തായിട്ട് കാണുന്ന ഒരു തൂണിലെ നരസിംഹമൂർത്തിയുടെ ഒരു ശില്പമുണ്ട്. അത് കഴിഞ്ഞ് ശ്രീകോവിലിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തായിട്ട് 3 തട്ടുകളായിട്ടാണ് നരസിംഹമൂർത്തിയുടെ ശില്പം ഉള്ളത്. ചുമർചിത്രം അല്ല കേട്ടോ, ശില്പമാണ്. വടക്ക് ഭാഗത്തുള്ള നമ്മുടെ താമരക്കണ്ണൻ എന്ന് പറയുന്നത് ചുമർചിത്രമാണ്. പടിഞ്ഞാറ് ഭാഗത്തുള്ള നരസിംഹമൂർത്തി എന്ന് പറയുന്നത് ശില്പമാണ്. ചുമർചിത്രങ്ങൾക്ക് ഇടയിലുള്ള ശില്പം കല്ലും ചുണ്ണാമ്പും കൂടെ നിർമ്മിച്ചിട്ടുള്ളതാണ് കേട്ടോ. ബാക്കി മേൽക്കൂരയിലുള്ള ശില്പങ്ങൾ മരം കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ദാരുശില്പം എന്നാണ് അതിന് പേര് പറയുന്നത്. അവിടെയാണ് ഞാൻ തൊഴുത് നമസ്കരിക്കാറുള്ളത്. അങ്ങനെ ആ നരസിംഹമൂർത്തിയെയും തൊഴുത് നമസ്കരിച്ചുകൊണ്ടാണ് നാലമ്പലത്തിനകത്ത് നിന്ന് ചുറ്റമ്പലത്തിലേക്ക് കടന്നത്. അവിടെ നിന്ന് ആദ്യം എത്തിയത് ഭഗവതിയമ്മയെ കാണാനായിട്ടായിരുന്നു. വാതിൽമാടത്തിൽ കൂടെ തന്നെയാണ് പ്രവേശിച്ചത്. ഭഗവതിയമ്മയ്ക്ക് ഇന്നലെ നല്ല ഭംഗിയുള്ള സ്വർണ്ണ നിറത്തിലുള്ള ഒരു പട്ടുപാവാടയായിരുന്നു ഉടയാടയായിട്ടുണ്ടായിരുന്നത്. ഒരു ചുവന്ന നിറത്തിലുള്ള പട്ടുകൊണ്ടുള്ള കുപ്പായം കൂടെ അണിഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൂടാതെ ഭഗവതിയമ്മയ്ക്ക് ചുറ്റിലുമായിട്ട് ഇങ്ങനെ ചുവന്ന പട്ടുകൊണ്ട് നല്ല ഭംഗിയിൽ അലങ്കരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ സ്വർണ്ണ നൂല് കൊണ്ട് നെയ്തെടുത്തതുപോലെയുള്ള ഒരു മാല, അങ്ങനെയുള്ളൊരു മാലയാണ് ഇന്നലെ ചാർത്തിയിട്ടുണ്ടായിരുന്നത്. അതേപോലത്തെ ഒരു കുഞ്ഞു കിരീടം കൂടെ അണിഞ്ഞിട്ടുണ്ട്. നല്ല ചെറിയൊരു മുഖത്തോട് കൂടിയായിട്ടുള്ള ഒരു ഉണ്ണി ഭഗവതിയമ്മയുടെ പോലെയാണ് ഇന്നലെ ഭഗവതിയമ്മ ഇരിക്കുന്നുണ്ടായിരുന്നത്. നിറയെ പൂക്കൾ കൊണ്ടൊക്കെ ഇങ്ങനെ ഫ്രണ്ടിൽ ഇങ്ങനെ മൂടിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ആ ഭഗവതിയമ്മയും കൂടെ നന്നായി തൊഴുത് നമസ്കരിച്ചതിന് ശേഷം പുറകു ഭാഗത്ത് എത്തി മമ്മിയൂരപ്പനെയും കണ്ടു തൊഴുത് അങ്ങനെ പ്രദക്ഷിണം വെച്ചുകൊണ്ടാണ് കൊടിമരത്തിന് ചുവട്ടിലേക്ക് എത്തിയത്. അവിടെ നമ്മുടെ പൊന്നു ഗുരുവായൂരപ്പനെ നന്നായി പ്രാർത്ഥിച്ച് നമസ്കരിച്ച് ഉഗ്ര നരസിംഹമൂർത്തിയുടെ ഫോട്ടോയിലും കൂടെ കണ്ടു തൊഴുതിട്ടാണ് കൂത്തമ്പലത്തിന് മുന്നിലേക്ക് എത്തിയത്. ആ വിളക്ക് കണ്ടു തൊഴുത് അങ്ങനെ അയ്യപ്പനെ കാണാനായിട്ട് എത്തി. അയ്യപ്പന് ഇന്നലെ മുഖചാർത്തൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഒരു തിലകം ഇങ്ങനെ നെറ്റിയിലെ സ്വർണത്തിൻ്റെ ഇങ്ങനെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. കാതിലും അതുപോലെ തന്നെ വെച്ചിട്ടുണ്ട്. ഒരു കസവുമുണ്ടാണ് ചുറ്റിയിരിക്കുന്നത്. കിരീടം ചാർത്തിയിട്ടുണ്ട്.
തുളസിയും താമരയും കൊണ്ട് ഒരു മാല കൂടെ അണിഞ്ഞിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അയ്യപ്പനെയും കണ്ടു തൊഴുത് അങ്ങ് പ്രദക്ഷിണം വെച്ചുകൊണ്ട് പടിഞ്ഞാറ് ഭാഗത്തെത്തി നമ്മുടെ ദീപസ്തംഭത്തിന് മുകളിലുള്ള പൊന്നുണ്ണിയെ ഒന്ന് കണ്ടു തൊഴുത് നമസ്കരിച്ച് അങ്ങനെ തിരികെ കൊടിമരത്തിന് ചുവട്ടിലെത്തി നന്നായി ഒന്ന് തൊഴുതു പ്രാർത്ഥിച്ചതിന് ശേഷമാണ് ഞാൻ അങ്ങനെ ഭഗവതിക്കെട്ടിലൂടെ പുറത്തേക്ക് ഇറങ്ങിയത്. ഇന്നലെ നമ്മൾ ഭഗവതി അമ്മയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കളമെഴുത്ത് പാട്ടിനെ പറ്റിയും അതുപോലെ തന്നെ താലപ്പൊലിയെ പറ്റിയും ഭഗവതി അമ്മയുടെ ആ പ്രതിഷ്ഠയെ പറ്റിയിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കേട്ടിട്ട് കുറച്ച് പേരും നമുക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. പേഴ്സണലായിട്ടും അതുപോലെ തന്നെ കമൻറ്റിലായിട്ടും കണ്ടിട്ടുണ്ടായിരിക്കും. ഭഗവതി അമ്മയെ കുറിച്ച് ആദ്യമായിട്ടാണ് ആ കാര്യങ്ങൾ അറിഞ്ഞത്, കേട്ടപ്പോൾ കണ്ടു നിറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് അയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. മുൻപും നമ്മുടെ വീഡിയോസിൽ കൂടെ ഒരുപാട് കാര്യങ്ങൾ ഗുരുവായൂരിലെ വിശേഷങ്ങൾ നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടായിരിക്കും. പക്ഷേ ഗുരുവായൂരിലെ വിശേഷങ്ങളൊന്നും കഴിയണില്ല കേട്ടോ. ഇനിയും ഒരുപാട് കാര്യങ്ങൾ അറിയാനായിട്ടുണ്ട്. ഗുരുവായൂരപ്പൻ സഹായിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അങ്ങനത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നതായിരിക്കും. അതുപോലെ തന്നെ വേറൊരു കാര്യം, നമ്മുടെ വിഷ്ണുവിനെ കുറേ മെസ്സേജുകൾ വഴിപാട് സംബന്ധമായിട്ട് വരുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ആഷികയോട് ചോദിക്കൂ, ആഷികയോട് പറയൂ എന്ന് പറഞ്ഞിട്ടും കുറച്ച് മെസ്സേജുകൾ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ രണ്ടും കൂടെ വിഷ്ണുവിന് മാനേജ് ചെയ്യാനായിട്ട് സാധിക്കണില്ല. അതുകൊണ്ട് തന്നെ എന്നോട് എന്തെങ്കിലും ചോദിക്കാനായിട്ടുള്ളവർ ഈ പറയുന്ന നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് അയച്ചോളൂ കേട്ടോ. 8111937939 ഇതിൽ മെസ്സേജ് അയച്ചാലാണ് എന്നെ കിട്ടുക. വിളിച്ചു കഴിഞ്ഞാൽ എനിക്ക് ചിലപ്പോൾ എടുക്കാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് വാട്സപ്പിൽ മെസ്സേജ് അയച്ചോളൂ, തീർച്ചയായിട്ടും ഞാൻ നിങ്ങൾക്ക് മറുപടി തരുന്നതായിരിക്കും. ഇനി നമുക്ക് ചോദ്യങ്ങളിലേക്ക് കിടക്കാം കേട്ടോ. ഇന്നലെ ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മളെ വളരെ വേണ്ടപ്പെട്ട ഒരു കുടുംബത്തിന് നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന സഹായം ആവശ്യമാണെന്നുള്ളത്. വിഷ്ണു വൈകിട്ട് നമ്മുടെ ഗ്രൂപ്പിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ എവരുടെയും പ്രിയപ്പെട്ട മേഘച്ചേച്ചിയുടെ ഹസ്ബൻഡ് നമ്മളെല്ലാവരെയും വിട്ടുപിരിഞ്ഞ് ഗുരുവായൂരപ്പ സന്നിധിയിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ അവരുടെ കുടുംബത്തിന് വേണ്ടി തുടർന്നും നിങ്ങളുടെ എല്ലാ വിലപ്പെട്ട ശക്തിയേറിയ പ്രാർത്ഥനകൾ ആവശ്യമായിട്ടുണ്ട്. നന്നായി തന്നെ എല്ലാവരും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ. ഇന്നലെ വൈകിട്ട് ആണ് ഞങ്ങൾ മേഘച്ചേച്ചിയുടെ വീട്ടിലേക്ക് ഞാനും വിഷ്ണുവും കൂടെ പോയത്. വളരെ വൈകിയാണ്, രാത്രി 12 മണിയോടടുത്താണ് ഞങ്ങൾക്ക് തിരിച്ചെത്താനായിട്ട് സാധിച്ചത്. അതുകൊണ്ട് തന്നെ നാമജപങ്ങളൊന്നും ഞാൻ കൗണ്ട് ചെയ്തിട്ടില്ല കേട്ടോ. ചോദ്യങ്ങളും വളരെ കുറച്ചാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ 2 ദിവസങ്ങളിലെ നാമജപങ്ങളെല്ലാം ഇനി വരുന്ന വീഡിയോയിൽ അപ്ഡേറ്റ് ചെയ്ത് പറയാം കേട്ടോ. അപ്പോൾ നമുക്ക് ചോദ്യങ്ങളിലേക്ക് കിടക്കാം. ആദ്യത്തെ ചോദ്യം ചോദിച്ചിരിക്കുന്നത്, ഇന്നലെ നമ്മൾ താലപ്പൊലിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഭഗവതി പാട്ടിനെ കളമെഴുത്തിനെ പറ്റിയിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നു മുതലാണ് അത് തുടങ്ങുന്നതെന്നാണ് കേട്ടോ ചോദിച്ചിരിക്കുന്നത്. ധനുമാസം 1-ാം തീയതി മുതലേ 41 ദിവസം വരെയാണ് ഭഗവതി പാട്ടുള്ളത്. അപ്പോൾ 1-ാം തീയതിയാണ് പാട്ട് കൂറയിടുന്നത്. അന്ന് മുതലേ കല്ലാറ്റു കുറുപ്പന്മാർ വന്നിട്ട് ഭദ്രകാളിക്കളം വരച്ച് രാത്രി തൃപ്പുകയ്ക്ക് ശേഷം ഭഗവതി അമ്മേനെ പുറത്തേക്ക് എഴുന്നള്ളിക്കും. ആ ദീപസ്തംഭം അങ്ങനെ വലം വെച്ചുകൊണ്ട് ക്ഷേത്രം പ്രദക്ഷിണം വെച്ചുകൊണ്ട് തിരികെ ഭഗവതി അമ്മ കളത്തിലേക്ക് എഴുന്നള്ളിക്കും. അവിടുത്തെ ചടങ്ങുകളൊക്കെ കഴിഞ്ഞിട്ട് ഭഗവതി അമ്മയെ തിരിച്ച് ശ്രീകോവിലിനകത്തേക്കും എഴുന്നള്ളിക്കും. ഇനി സാധാരണയായിട്ട് ഈ അവസാനത്തെ കളമെഴുത്ത് പാട്ടിനെ പാട്ട് താലപ്പൊലി എന്നാണ് പറയാറുള്ളത്. ജനുവരിയിൽ വരുന്നത് പിള്ളേര് താലപ്പൊലി. ഈ 41 ദിവസം അവസാനിക്കുന്ന ആ ദിവസമാണ് ദേവസ്വം താലപ്പൊലി ഉണ്ടാവാറുള്ളത്. ചില സമയത്ത് ഈ 41 ഉള്ളത് 1-2 ദിവസം അങ്ങോട്ടും ഇങ്ങോട്ടും അധികമായിട്ട് വരാറുണ്ട് കേട്ടോ. സാധാരണയായിട്ട് ചൊവ്വയും വെള്ളിയും ദിവസങ്ങളിലാണ് താലപ്പൊലിയായിട്ട് വരാറുള്ളത്. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. അടുത്ത ചോദ്യം ചോദിച്ചിരിക്കുന്നത് ബിന്ദു അരവിന്ദ് എന്നൊരു ഭക്തയാണ്. ഗുരുവായൂരപ്പന് മേൽശാന്തിമാരെ തിരഞ്ഞെടുക്കുന്നത് പോലെ തന്നെയാണോ ഇടത്തരികത്ത് കാവിലമ്മയ്ക്കും തിരഞ്ഞെടുക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെയല്ല, ഇടത്തരികത്ത് കാവിലമ്മ ഉൾപ്പെടെയുള്ള ഉപദേവതകൾക്ക് അയ്യപ്പനും ഗണപതിക്കും എല്ലാം പൂജകളെല്ലാം ചെയ്യുന്നത് കീഴ്ശാന്തിമാരാണ്. അത് ഓരോ മാസവും ഓരോ കുടുംബത്തിന് എന്നുള്ള രീതിയിൽ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരിക്കും. ആ റൊട്ടേഷൻ പ്രകാരമാണ് അവിടെ പൂജകളെല്ലാം ചെയ്യുന്നത് കേട്ടോ. മുൻപെല്ലാം രാവിലത്തെ പൂജ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഭഗവതി ആണെങ്കിലും അയ്യപ്പനും ഗണപതി ആണെങ്കിലും അവരുടെ എല്ലാം ശ്രീകോവിൽ ഇങ്ങനെ അടച്ചിടാറാണ് പതിവ്. അതുകൊണ്ടാണ് ഇങ്ങനെ അഴികളുള്ള ശ്രീകോവിൽ അവിടെ വെച്ചിരിക്കുന്നത് കേട്ടോ. ഇനി പോകുന്ന സമയത്ത് ശ്രദ്ധിച്ചോളൂ. ഇപ്പോൾ പക്ഷേ ഭൂരിഭാഗം സമയത്തും തുറന്നിട്ടാണ് കിടക്കാറുള്ളത് കേട്ടോ. അടുത്തൊരു ചോദ്യം ചോദിച്ചിരിക്കുന്നത്, കടലാസിൽ എഴുതിയിട്ടുള്ള നാമമാലകൾ നാലമ്പലത്തിനകത്ത് എവിടെയെങ്കിലും ചാർത്താനായിട്ട് സാധിക്കുമോ എന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. തീർച്ചയായിട്ടും നമുക്ക് സാധിക്കും. നാലമ്പലത്തിനകത്തുള്ള ആ തൂണുകളിലുള്ള രൂപങ്ങളിൽ നമുക്ക് ചാർത്താനായിട്ട് കഴിയും കേട്ടോ. നമുക്ക് അവിടെ ശ്രീകൃഷ്ണ രൂപമുണ്ട് 9ാമത്തെ അവതാര തൂണിൽ. അതുപോലെ തന്നെ രാധാകൃഷ്ണന്മാരുടെ രൂപമുണ്ട്, അവിടെ ചാർത്താൻ സാധിക്കും.
ഇനി കാളിയമർദ്ദനത്തിൽ ചാർത്തുന്നവരുണ്ട്. അതുപോലെ തന്നെ ലക്ഷ്മി സമേതനായിട്ടുള്ള ഒരു നാരായണ രൂപം ഉണ്ട് കേട്ടോ ഗണപതിക്ക് തൊട്ടടുത്തായിട്ട്. രണ്ടാമത്തെ തൂണിലാണ് അതുള്ളത്, അവിടെ ചാർത്തി കാണുന്നവരുണ്ട്. നമ്മുടെ കുഞ്ഞീഷ്ണന് ചാർത്തുന്നവരുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള ആ തൂണുകളിൽ നമുക്ക് ചാർത്താനായിട്ട് സാധിക്കും. സുബ്രഹ്മണ്യ സ്വാമിയുടെ അവിടെ ചാർത്തുന്ന സമയത്ത് നമ്മൾ അവിടെ ഒന്ന് പറഞ്ഞിട്ട് അവരോട് പറയേണ്ടതായിട്ടുണ്ട് കേട്ടോ. ബാക്കി എല്ലാ തൂണുകളിലും നമുക്ക് പ്രവേശനം സാധ്യമാകുന്ന ഭാഗങ്ങളിലുള്ള തൂണുകളിലെല്ലാം നമുക്ക് പോയിട്ട് ചാർത്താവുന്നതാണ്. അടുത്ത ചോദ്യം ചോദിച്ചിരിക്കുന്നത് ബിന്ദു അതുപോലെ തന്നെ രത്ന എന്നു പേരുള്ള 2 ഭക്തരാണ്. ശ്രീ ഗുരുവായൂരപ്പനെ കാണാനായിട്ട് വരുമ്പോൾ ഗുരുവായൂരപ്പനെ തൊട്ടടുത്ത് നിന്ന് തൊഴാനുള്ള ഒരു ആഗ്രഹമുണ്ട്. അതായത് സോപാനം തൊഴിലാവണം എന്ന് ആഗ്രഹമുണ്ട്. എപ്പോൾ വന്നാലാണ് അങ്ങനെ തൊഴാൻ സാധിക്കുക എന്ന് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സോപാനം തൊഴിൽ രത്ന എന്ന് പറഞ്ഞ ചേച്ചിയും ചോദിച്ചിട്ടുള്ളത് ഇത് തന്നെയാണ്. സോപാനം തൊഴിൽ ഏതൊക്കെ ദിവസങ്ങളിലാണ് ഉണ്ടായിരിക്കുക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് നമുക്ക് മുൻകൂട്ടി പറയാനായിട്ട് സാധിക്കില്ല കേട്ടോ. നമുക്കറിയാലോ സോപാനം തൊഴൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാലമ്പലത്തിനകത്തേക്ക് ഇങ്ങനെ കയറി വന്ന് ആ മണ്ഡപത്തിന് വലതുവശത്തു കൂടെ മണിക്കിണറിന് സമീപമായിട്ട് സോപാനപ്പടിക്ക് തൊട്ട് മുന്നിൽ നിന്ന് ഭഗവാനെ തൊട്ട് മുന്നിൽ നിന്ന് കാണുന്ന തൊഴലിനെയാണ് സോപാനം തൊഴൽ എന്ന് പറയുക. ഏകാന്തം തൊഴൽ എന്ന് വെച്ചാൽ നമുക്ക് ഇങ്ങനെ നടന്നു വന്ന് മണ്ഡപത്തിന് മുന്നിലായി നിന്ന് തൊഴുത് ഇടതുവശത്തു കൂടെ നമ്മളിങ്ങനെ തൊഴുത് മാറേണ്ടതാണ് കേട്ടോ. അപ്പോൾ തിരക്കിനനുസരിച്ചാണ് ഈ 2 തൊഴലും വരാറുള്ളത്. ഇപ്പോൾ 2-3 ദിവസമായിട്ട് ഈ സോപാനം തൊഴലും ഏകാന്തം തൊഴലും ഇങ്ങനെ മാറി മാറി വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ വരുന്ന ആ ഒരു ദിവസം സാധാരണ തിരക്ക് കുറവുള്ള ദിവസമാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് സോപാനം തൊഴലായിരിക്കും കിട്ടുന്നുണ്ടായിരിക്കുക. അപ്പോൾ അങ്ങനെ തിരക്ക് ഒഴിവുള്ള ഒരു ദിവസം നോക്കി വന്നോളൂ. പക്ഷെ നമുക്കത് മുൻകൂട്ടി പറയാനായിട്ട് സാധിക്കില്ല കേട്ടോ. ഗുരുവായൂരിലെ തിരക്ക് ഒരിക്കലും നമുക്ക് മുൻകൂട്ടി പറയാനായിട്ട് സാധിക്കില്ല. ചില സമയത്ത് രാവിലെ നല്ല തിരക്കായിരിക്കും, വൈകിട്ട് യാതൊരു തിരക്കും ഉണ്ടായിരിക്കില്ല. നേരെ തിരിച്ചു ആവാട്ടോ. രാവിലെ തിരക്കില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആരുടെ അടുത്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവർ വരുന്ന സമയത്ത് ചിലപ്പോൾ നല്ല തിരക്കായിരിക്കും ഉണ്ടായിരിക്കുക. അതുകൊണ്ട് മുൻകൂട്ടി നമുക്ക് പറയാനായിട്ടൊന്നും സാധിക്കില്ല. തീർച്ചയായിട്ടും ഇനി വരുന്ന സമയത്ത് എല്ലാവർക്കും സോപാനം തൊഴിലാകട്ടെ. അങ്ങനെ നമുക്ക് പ്രാർത്ഥിക്കാം കേട്ടോ. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. അടുത്ത ചോദ്യം ചോദിച്ചിരിക്കുന്നത് പാൽപ്പായസം വാങ്ങുന്ന സമയത്ത് അത് വാങ്ങിക്കാനുള്ള ഡപ്പയും കൂടി ചേർത്തിട്ടാണോ നമുക്ക് ലഭിക്കുക എന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെയല്ല, ഒന്നുകിൽ നമ്മൾ പാൽപ്പായസം ഷീട്ടാക്കുന്ന ആ കൗണ്ടറിൽ തന്നെ ഡപ്പയും കൂടി ഷീട്ടാക്കി വാങ്ങേണ്ടതാണ്. അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് വരുന്ന സമയത്ത് പായസം വാങ്ങാനുള്ള പാത്രം കൂടെ കൊണ്ടുവരേണ്ടതാണ് കേട്ടോ. അത് പറയാനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ മുൻപൊരിക്കൽ ഞാൻ ഇതുപോലെ ഷീട്ടാക്കാൻ നിൽക്കുന്ന സമയത്ത് ഒരു ചേട്ടൻ ഷീട്ടാക്കി പോയി അതേ സ്പീഡിൽ തന്നെ തിരിച്ചു വരുന്നുണ്ടായിരുന്നു ഡപ്പ വാങ്ങാനാണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ മുന്നിൽ നിൽക്കുന്ന ചേട്ടന്മാരെ അവർ പറഞ്ഞു പുറകിൽ അവർ പോയിട്ട് ഒന്നും കൂടെ ക്യൂ നിൽക്കാനായിട്ട് പറഞ്ഞു കേട്ടോ. അപ്പം അങ്ങനെയുള്ള ആ അവസരങ്ങൾ ഒഴിവാക്കാനായിട്ടാണ് പറയുന്നത്. ഒന്നുകിൽ നമ്മൾ പായസം ഷീട്ടാക്കുന്ന സമയത്ത് ഡപ്പയും കൂടെ ഷീട്ടാക്കുക, അതുമല്ലെങ്കിൽ വീട്ടിൽ നിന്ന് വരുന്ന സമയത്ത് പായസം വാങ്ങാനുള്ള പാത്രമായിട്ട് വരിക കേട്ടോ. അപ്പോൾ ഇത്ര ചോദ്യങ്ങളെ ഇന്ന് എടുത്തിട്ടുള്ളൂ. മുൻപ് പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ മേഘ ചേച്ചിക്ക് എല്ലാവരുടെയും പ്രാർത്ഥന വേണ്ടുന്ന ഒരു സമയമാണ്. അപ്പോൾ എല്ലാം തരണം ചെയ്യാൻ ആ സങ്കടങ്ങളിൽ നിന്നെല്ലാം കരകയറാനായിട്ടുള്ള ഒരു ശക്തി ഗുരുവായൂരപ്പൻ മേഘ ചേച്ചിക്കും കുടുംബത്തിനും നൽകട്ടെ എന്ന് നമുക്ക് എല്ലാവർക്കും നന്നായി ഒന്ന് പ്രാർത്ഥിക്കാം കേട്ടോ. എത്രയും വേഗം തന്നെ ആ വിഷമങ്ങളിൽ നിന്നെല്ലാം കടന്ന് നമ്മുടെ ഇടയിലേക്ക് വരാനായിട്ട് മേഘ ചേച്ചിക്ക് കഴിയട്ടെ. പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, അധികം മെസ്സേജുകളൊന്നും കുറച്ച് ദിവസത്തിന് ആരും മേഘ ചേച്ചിക്ക് അയക്കേണ്ടെന്ന് വിചാരിക്കണം. കാരണം നമുക്ക് മറുപടി തരാനുള്ള ഒരു മാനസികാവസ്ഥയിലായിരിക്കില്ല. അപ്പോൾ ആ ഒരു കാര്യം കൂടെ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഇനി ഇന്നത്തെ ഉച്ചപൂജ വിശേഷങ്ങളും ചോദ്യോത്തരങ്ങളൊക്കെ ആയിട്ട് നാളെ വരാം കേട്ടോ. ഹരേ കൃഷ്ണ, ഹരേ ഗുരുവായൂരപ്പ.